ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് സ്റ്റോക്കുകൾ വാങ്ങി ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് റിസ്കുകളാണുള്ളത്. ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്കും രണ്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മാർക്കറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ കോവിഡിൻ്റെ ക്രാഷ് നമ്മൾ കണ്ടു, ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു റിസഷൻ വരുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സെക്ടറിനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്കിനോ അതിൻ്റെ ഫണ്ടമെൻ്റലിയോ വരുന്ന കാരണങ്ങളാൽ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റലി സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന റിസ്ക്. നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക്, അതായത് മാർക്കറ്റിനെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റിസ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ്ജിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ഹെഡ്ജിങ് മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ ഹെഡ്ജിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഗോൾഡ് വാങ്ങുക എന്നുള്ളതാണ്. ഈ ഗോൾഡ് വാങ്ങുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കൊറോണ പോലുള്ള ക്രാഷ് ഇല്ലെങ്കിൽ 25-30% ഒക്കെ നമ്മളുടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും അപ്രിസിയേഷൻ ചിലപ്പോൾ ഗോൾഡിന് തരാൻ സാധിച്ചെന്ന് വരില്ല. മേ ബി 20% സ്റ്റോക്കുകൾ ഇല്ലെങ്കിൽ ഇൻഡെക്സ് വീഴുമ്പോൾ ഒരു 5-6% മാത്രമായിരിക്കും ഗോൾഡിൽ ഒരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടുക. രണ്ടാമത്തത് വോൾട്ടാലിറ്റി ഇൻഡെക്സ്, അതായത് വിക്സ്. ഇതിൻ്റെ ഫ്യൂച്ചർ വാങ്ങി ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വോൾട്ടാലിറ്റി ഇൻഡെക്സിൻ്റെ ഇല്ലെങ്കിൽ വിക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. US പോലുള്ള മെച്യൂർഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അവിടെയും ഉണ്ട് രണ്ട് പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫ്യൂച്ചർ സെല്ല് ചെയ്യാൻ, അതായത് ആ ഒരു സ്റ്റോക്കിൻ്റെ 1 ലോട്ട് ഈക്വൽ ആയിട്ടുള്ള ഇക്വിറ്റി സ്റ്റോക്സ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ SBIൻ്റെ ലോട്ട് സൈസ് 2000 ആണ് എന്നുണ്ടെങ്കിൽ 2000 സ്റ്റോക്കുകൾ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ലോട്ട് ഈക്വൽ ആയിട്ടുള്ള ഫ്യൂച്ചർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരുടെയും കയ്യിൽ അങ്ങനെ ഒരു ലോട്ടിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ അത് പ്രാക്ടിക്കൽ അല്ല. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല സ്റ്റോക്കുകളും നമ്മൾ ലോങ് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ F&O മാർക്കറ്റിൽ ലിസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഫ്യൂച്ചർ സെല്ല് ചെയ്യുക എന്ന് പറയുന്നതും പ്രാക്ടിക്കൽ അല്ല. സോ ഗോൾഡിൻ്റെ കേസ് നല്ലൊരു ഹെഡ്ജ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തേത് വോൾട്ടാലിറ്റി ഇൻഡെക്സ് നമുക്കിവിടെ അവൈലബിൾ അല്ല. മൂന്നാമത്തേത് സെയിം ലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ സെല്ല് ചെയ്തുകൊണ്ട്, അതായത് സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ സെല്ല് ചെയ്തുകൊണ്ട് ഹെഡ്ജ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു 95% ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇനി നിങ്ങൾക്ക് അതിൻ്റെ സെല്ല് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൂടിയും അത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന്, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സെല്ല് ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ബൈ ചെയ്തുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്യൂച്ചർ സെല്ല് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനു മുൻപേ ഇല്ലെങ്കിൽ നമ്മൾക്ക് അത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിന് മുൻപേ ആദ്യം നമ്മൾക്ക് ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റ വാല്യൂ എന്താണ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ബീറ്റ വാല്യൂ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ അണ്ടർ ഹെഡ്ജ് എന്താണ്, ഓവർ ഹെഡ്ജ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ഈ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്സ്റ്റോക്കിലും സെറോദിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീറ്റ വാല്യൂ എന്താണെന്ന് അറിയണം. സോ ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഈസ് ബീറ്റ വാല്യൂ എന്ന് അടിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. സിമ്പിളായിട്ട് ഇതിനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഇല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഇല്ലെങ്കിൽ ആ ഒരു ബീറ്റ വാല്യൂ സൂചിപ്പിക്കുന്നത് നമ്മളുടെ മാർക്കറ്റുമായിട്ടുള്ള വോൾട്ടാലിറ്റിയാണ്. അതായത് നമ്മളുടെ മാർക്കറ്റിൽ വരുന്ന മൂവ്മെൻറ്റുമായിട്ട് നമ്മളുടെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബീറ്റ വാല്യൂ എന്ന് പറയുന്നത്. സോ ബീറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഈസ് മോർ വോളറ്റൈൽ ദാൻ ദ ബോർഡർ മാർക്കറ്റ്.
അതായത് നിഫ്റ്റി ബീറ്റ വാല്യൂ 1.5 ആണ് എന്നുണ്ടെങ്കിൽ, ബീറ്റ വാല്യൂ 1.5 ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 1% ഇല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് 1% അപ്പ് ആകുമ്പോൾ ആ ഒരു സ്റ്റോക്കോ പോർട്ട്ഫോളിയോ 1.5% അപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി 1% ഡൗൺ ആയാൽ ആ ഒരു സ്റ്റോക്കോ പോർട്ട്ഫോളിയോ 1.5% ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അത് തന്നെയാണ് മീൻസ് ബീറ്റ വാല്യൂ ലെസ് ദാൻ 1 ഇൻഡിക്കേറ്റ് എ സ്റ്റോക്ക് വിത്ത് ലോവർ വോളറ്റാലിറ്റി. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബീറ്റ വാല്യൂ 0.5 ആണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി 1% വീണാൽ നമ്മളുടെ സ്റ്റോക്ക് 0.5% വീഴുള്ളൂ. ഇനി അതിനൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ITC എന്ന് പറയുന്ന സ്റ്റോക്ക് മണി കൺട്രോളിൻ്റെ സൈറ്റിൽ നോക്കുന്നു. നിങ്ങൾക്കിത് മൊബൈലിലും നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ITC എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 0.63 ആണ്. ഓക്കെ, 0.63 എന്ന് പറയുമ്പോൾ എന്താണ്? വോൾട്ടാലിറ്റി കുറവാണ്. നമുക്കറിയാം നിഫ്റ്റി 3% ഒരു ദിവസം വീണാലും ITC ചെറിയ രീതിയിലേ വീഴുള്ളൂ. ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ അത്രയും വീഴില്ല. ഇനി നിഫ്റ്റി ഒരു 2% അപ്സൈഡ് തന്നാലും ഈ ഒരു സ്റ്റോക്ക് അത്രത്തോളം പെർഫോം ചെയ്യില്ല. സോ ഈ ഒരു സ്റ്റോക്ക് നമ്മളുടെ ബോർഡർ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് വോളറ്റൈൽ ആണ് എന്ന് നമുക്ക് ഈ ഒരു ബീറ്റ വാല്യൂ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കും. ഇനി അതേസമയം ഇൻഫോസിസിൻ്റെ നോക്കുകയാണ് എന്നുണ്ടെങ്കിലോ, ഇൻഫോസിസ് നമുക്കറിയാം നിഫ്റ്റിയുടെ ഒപ്പം തന്നെ വീഴുകയും കയറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇൻഫോസിസിൻ്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 1.11 ആണ്. അതായത് നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി വോൾട്ടാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ വോൾട്ടാലിറ്റി കുറച്ച് കൂടുതലാണ് ഈ ഒരു ഇൻഫോസിസിന്. അതേസമയം നമ്മൾ റിലയൻസിൻ്റെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബീറ്റ വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ 1.05 ആണ്. സോ ബീറ്റ വാല്യൂ 1.05 എന്ന് പറയുമ്പം ഏകദേശം നിഫ്റ്റി പെർഫോം ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ റിലയൻസും പെർഫോം ചെയ്യുന്നത്. നമുക്കറിയാം അതിനുള്ളിലെ കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് റിലയൻസ്. സോ ഈ ഒരു ബീറ്റ വാല്യൂ നോക്കുന്നത് വഴി നമ്മളുടെ മാർക്കറ്റുമായിട്ട് ഈ ഒരു സ്റ്റോക്ക് എത്രത്തോളം വോൾട്ടൈൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇനി പോർട്ട്ഫോളിയോ ബീറ്റ വാല്യൂ നോക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് സെറോദയുടെ പ്ലാറ്റ്ഫോമാണ്. സെറോദയുടെ പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തരുന്നത്. ഇനി സെറോദയുടെ പ്ലാറ്റ്ഫോം എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ സെറോദയുടെ കൺസോളിൽ നമ്മൾ ആദ്യം പോവുക. കൺസോളിൽ പോയിട്ട് ഇവിടെ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുക, ഇവിടെ ഹോൾഡിംഗ് സെലക്ട് ചെയ്യുക. ഹോൾഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഐ എഗ്രി ടു ഷെയർ മൈ ഹോൾഡിംഗ് വിത്ത് ടിക്കർ ടേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പോർട്ട്ഫോളിയോ ഇൻസൈറ്റ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പോർട്ട്ഫോളിയോയുടെ പി റേഷ്യോ ഇല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മളുടെ ഇപ്പോഴത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബീറ്റ വാല്യൂ ആണ്. സോ എൻ്റെ പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത് 1.06 ആണ്. ഓക്കെ, ചിലപ്പോൾ ITC പോലുള്ള ലെസ് വോളറ്റൈൽ സ്റ്റോക്കാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ പോർട്ട്ഫോളിയോ ബീറ്റ വാല്യൂ 0.7 ആയിരിക്കാം. മേ ബി ഞാൻ ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ബീറ്റ വാല്യൂ മേ ബി 1.5 ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് പ്രകാരം എൻ്റെ പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ പോർട്ട്ഫോളിയോ ബീറ്റ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ബീറ്റ വാല്യൂ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോനെ ബേസ് ചെയ്ത് എത്ര ലോട്ട് നമ്മൾ സെല്ല് ചെയ്യണം എന്നുള്ളതാണ്. അത് അണ്ടർ ഹെഡ്ജ് ചെയ്യണോ, ഓവർ ഹെഡ്ജ് ചെയ്യണോ, ഇല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെയാണ്. സോ നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ സെല്ല് ചെയ്തുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മിനിമം നമുക്കൊരു 7 to 8 lakhs പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് അത്രയും പോർട്ട്ഫോളിയോ ഹോൾഡിങ്സ് ഇല്ല എങ്കിൽ കൂടിയും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ, സോ നമുക്കൊരു എക്സൽ ഷീറ്റിലോട്ട് പോകാം. എക്സൽ ഷീറ്റിൽ പോയിട്ട് നമ്മളുടെ പോർട്ട്ഫോളിയോ വാല്യൂ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് പറയുന്നത് 18,789 ആണ്. സോ 18,789 ആണ് എൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ. പക്ഷേ വലിയ പൈസയ്ക്ക് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞാനിവിടെ 18,78,900 എന്നുള്ള പോർട്ട്ഫോളിയോ വാല്യൂ ഇവിടെ ഞാനതാക്കി. 2 0 കൂടെ കൂട്ടി ഞാൻ 18,78,900 രൂപയാണ് എൻ്റെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ വാല്യൂ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നുള്ളതല്ല,
ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ. അത് ചിലപ്പം 10 ലക്ഷം രൂപയ്ക്ക് പണ്ട് മേടിച്ച ഒരാൾ ഹോൾഡ് ചെയ്ത് ഇപ്പം 80% പ്രോഫിറ്റിൽ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ലക്ഷം എന്നല്ല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട. പോർട്ട്ഫോളിയോ വാല്യൂ നമ്മൾ എത്രയാണ്, 18 ലക്ഷത്തി ഇല്ലെങ്കിൽ എത്രയാണോ ഇപ്പോൾ ഉള്ളത് അതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി എൻ്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 1.06 ആണ്. ഓക്കെ, സോ 1.06 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എൻ്റെ ഹെഡ്ജ് വാല്യൂ കിട്ടും. ഹെഡ്ജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള നിഫ്റ്റി ഫ്യൂച്ചർ ഇല്ലെങ്കിൽ ഈ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഹെഡ്ജാണ് ഞാൻ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, സോ എൻ്റെ ഹെഡ്ജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, പോർട്ട്ഫോളിയോ വാല്യൂ ഇൻറ്റു ബീറ്റ വാല്യൂ. ഓക്കെ, E2 ഇൻറ്റു D2, അതായത് പോർട്ട്ഫോളിയോ വാല്യൂ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഹെഡ്ജ് വാല്യൂ. ഓക്കെ, സോ ഹെഡ്ജ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ഇപ്പോഴത്തെ വില ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 17,900 ഞാൻ കൊടുക്കുന്നു. നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 50 ആണ്. സോ നിഫ്റ്റിയുടെ കോൺട്രാക്ട് വാല്യൂ നമുക്കിവിടെ കിട്ടി. അതായത് ഒരു ലോട്ട് നിഫ്റ്റിയുടെ ഇല്ലെങ്കിൽ ഒരു ലോട്ട് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ കോൺട്രാക്ട് വാല്യൂ നമുക്ക് കിട്ടി. അതായത് നമ്മളുടെ ഹെഡ്ജ് വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്കിവിടെ നമ്മളുടെ കോൺട്രാക്ട് വാല്യൂവും കിട്ടി. ഇനി നമ്പർ ഓഫ് കോൺട്രാക്ട് ടു സെൽ, അതായത് ഇനി എത്ര കോൺട്രാക്റ്റ് ആണ് ഇല്ലെങ്കിൽ എത്ര ലോട്ടാണ് ഞാൻ ഓക്കെ, നമ്പർ ഓഫ് കോൺട്രാക്റ്റ് അല്ല, നമ്പർ ഓഫ് ലോട്ട്. ഓക്കെ, നമ്പർ ഓഫ് ലോട്ട് ടു സെൽ. സോ എത്ര ലോട്ടാണ് നമുക്ക് സെല്ല് ചെയ്യേണ്ടത് എന്നറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെഡ്ജ് വാല്യൂവിനെ കോൺട്രാക്ട് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. സോ ഇവിടെ നമുക്ക് പറയുന്നത് 2.22 ഇല്ലേ, 2.23 നമ്പർ ഓഫ് ലോട്ട് ടു സെല്ലാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് ലോട്ട് ടു സെൽ എന്ന് പറയുന്നത് 2.23 ആണ്. ഇനി നമുക്കറിയാം നിഫ്റ്റി 1 ലോട്ട് സെല്ല് ചെയ്യാം, 2 ലോട്ട് സെല്ല് ചെയ്യാം, 3 ലോട്ട് സെല്ല് ചെയ്യാം, 4 ലോട്ട് സെല്ല് ചെയ്യാം. പക്ഷേ 2.23 എന്ന് പറയുന്ന ഒരു ലോട്ട് നമുക്കില്ല. സോ ഒന്നെങ്കിൽ നമുക്ക് 2 ലോട്ട് സെല്ല് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് 3 ലോട്ട് സെല്ല് ചെയ്യാം. ഓക്കെ, 2 ലോട്ട് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആക്ച്വലി സെല്ല് ചെയ്യേണ്ട ലോട്ടിനേക്കാൾ താഴെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അല്ലേ. 2.23 വേണ്ടിടത്ത് നമ്മൾ 2 സെല്ല് ചെയ്യുന്നു. ഇതിനെ നമ്മൾക്ക് അണ്ടർ ഹെഡ്ജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, കാരണം നമ്മൾ വേണ്ടതിനേക്കാൾ താഴെയാണ് സെല്ല് ചെയ്യുന്നത്. ഇനി നമ്മൾ 3 ലോട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ നമ്പർ ഓഫ് ലോട്ട് ടു സെൽ 2.23 ആണ്, പക്ഷെ നമ്മൾ സെല്ല് ചെയ്യുന്നത് 3 ലോട്ടാണ്, വേണ്ടതിനേക്കാൾ കൂടുതൽ സെല്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ ഓവർ ഹെഡ്ജ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഓവർ ഹെഡ്ജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാക്ട് 2.23 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഫ്റ്റി 1% താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എത്ര രൂപ അല്ലെങ്കിൽ നമ്മുടെ ഹോൾഡിങ്സിൽ എത്ര രൂപ നഷ്ടം വരുമോ അത്ര തന്നെ നമുക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റ് തരും. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പോർട്ട്ഫോളിയോയിൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് വരുന്നോ അത്ര തന്നെ നമുക്ക് എന്താണ്, നമ്മളുടെ ഈ ഒരു ഫ്യൂച്ചറിൽ നഷ്ടവും വരും. ഓക്കെ, സോ അതാണ് എക്സാക്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ സെല്ല് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജോ ഇല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ വിളിക്കാം. താഴോട്ട് പോകുമ്പോൾ അത്രയും റിട്ടേൺ ഫ്യൂച്ചർ തരും, പക്ഷേ മുകളിലോട്ട് പോയാൽ അത്രയും ലോസും ഫ്യൂച്ചർ തരും. സോ നോർമലി എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ ഇവിടുത്തെ കാൽക്കുലേഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. സോ അഗെയിൻ ഹെഡ്ജ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് വാല്യൂ. ഓക്കെ, സോ നോർമലി എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അണ്ടർ ഹെഡ്ജ് ചെയ്യാനാണ്. ഒരിക്കലും ഓവർ ഹെഡ്ജ് ചെയ്യരുത്, എപ്പോഴും അണ്ടർ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഹെഡ്ജ് വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നും നിഫ്റ്റിയുടെ കോൺട്രാക്ട് വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ എത്ര ലോട്ടാണ് സെല്ല് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് നിഫ്റ്റി 1% അപ്സൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപ നമ്മളുടെ ഫ്യൂച്ചറിൽ ലോസ് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമുക്ക് ഇവിടെ നമുക്ക് ഒരു കാൽക്കുലേഷൻ കൊടുക്കാം. സോ ഇവിടെ കോൺട്രാക്ട് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ലോട്ട് ടു സെൽ, എത്ര ലോട്ടാണോ സെല്ല് ചെയ്തത് ഇൻറ്റു 1%. അതായത് ഈ ഒരു നിഫ്റ്റി ഫ്യൂച്ചർ 1% അപ്സൈഡ് പോയാൽ നമുക്ക് എത്ര രൂപ, അപ്സൈഡ് പോയാലോ ഡൗൺ സൈഡ് പോയാലോ എത്ര രൂപ നഷ്ടം ഇല്ലെങ്കിൽ ലാഭം വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, 1%. സോ നമുക്കിവിടെ 19,916 രൂപ നമുക്ക് ഫ്യൂച്ചറിൽ നഷ്ടം വരും. സോ നമുക്ക് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്സിലോ
സ്റ്റോക്കിൽ പ്രോഫിറ്റ് എത്ര കിട്ടുമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോർട്ട്ഫോളിയോ വാല്യൂ ഇൻറ്റു 1% അല്ലേ, 1% ആണ് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ഡൗൺ സൈഡ് പോകുന്നത്. 1% ഇൻറ്റു ബീറ്റ വാല്യൂ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റി നമ്മൾ 2.23 ലോട്ടിട്ട് സെല്ല് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ലോസ് ഓർ പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ വരിക. ഇനി നമ്പർ ഓഫ് ലോട്ട്സ് ഞാനിവിടെ 2.23 മാറ്റിയിട്ട്, സോ ഞാനിവിടെ 2.23 മാറ്റുന്നു. ജസ്റ്റ് ഞാൻ എന്നിട്ട് 2 ലോട്ട് സെല്ല് ചെയ്യുന്നു, അതായത് അണ്ടർ ഹെഡ്ജ് ചെയ്യുന്നു. ഓക്കെ, സോ അണ്ടർ ഹെഡ്ജ് ചെയ്യുമ്പോൾ എന്താണ്, മാർക്കറ്റ് സപ്പോസ് അപ്സൈഡ് ആണ് പോയത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്സ് 19,916 രൂപ കിട്ടും. ലോസ് ഇൻ ഫ്യൂച്ചർ എത്രയാണ്? 17,900 രൂപ. അതായത് നമുക്ക് പ്രോഫിറ്റ് നമ്മുടെ സ്റ്റോക്കിൽ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ അത്രത്തോളം ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ നഷ്ടം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കിവിടെ പേടിക്കേണ്ടതായിട്ടില്ല. ഇനി താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ലോസ് ആയിരുന്നുവെങ്കിൽ, ഇതിപ്പോൾ 19,916 രൂപ നമുക്ക് സ്റ്റോക്കിൽ നഷ്ടം വരുമ്പോൾ ഏകദേശം 17,900 രൂപ നമ്മളുടെ ഫ്യൂച്ചർ നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും പ്രോഫിറ്റായിട്ട്. സോ നമ്മൾ മൊത്തത്തിൽ ചെറിയൊരു പൈസ മാത്രമാണ് നഷ്ടത്തിൽ നിൽക്കുക. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അണ്ടർ ഹെഡ്ജ് ചെയ്യുക. എന്നാൽ പിന്നെ അണ്ടർ ഹെഡ്ജ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ 1 ലോട്ട് 2 ലോട്ട് ഇല്ല 2.23 സെല്ല് ചെയ്യേണ്ടത് നമ്മൾ 1 ലോട്ടാണ് സെല്ല് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 19,916 ഇല്ലെങ്കിൽ 20,000 രൂപ നഷ്ടം വരുമ്പോൾ ഫ്യൂച്ചർ നമുക്ക് 8,900 രൂപ ഇല്ലെ 9,000 രൂപ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ താഴോട്ട് പോകുമ്പോൾ. ഇനി അതേ സമയം തന്നെ അപ്സൈഡ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ 19,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഫ്യൂച്ചറിൽ 8,950 രൂപയെ ലോസും വരുള്ളൂ. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് അണ്ടർ ഹെഡ്ജും ചെയ്യരുത്, കൂടുതലായിട്ട് ഓവർ ഹെഡ്ജും ചെയ്യരുത്. ഓവർ ഹെഡ്ജ് ചെയ്യാനേ പാടില്ല. ഇപ്പം 2.23ക്ക് പകരം ഞാനിവിടെ 3 ലോട്ട് സെല്ല് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇവിടെ നമുക്ക് പോർട്ട്ഫോളിയോയിൽ 20,000 രൂപ കിട്ടുമ്പോൾ ഇവിടെ 26,850 രൂപ നമുക്ക് ഫ്യൂച്ചറിൽ ലോസ് വരും. ഓക്കെ, സോ നമുക്കിവിടെ ആക്ച്വലി സെല്ല് ചെയ്യേണ്ടത് 2.23 ആണ്, 2.23 ആണ്, അല്ലെങ്കിൽ 2.35 എത്രയായിരുന്നു? ഓക്കെ, ഞാൻ ഏകദേശം 2.20 കൊടുക്കുന്നു. ഓക്കെ, ഏകദേശം ഏകദേശം ഈക്വൽ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ലോട്ട് സെല്ല് ചെയ്യേണ്ടത് 2.23 ആണ്. പക്ഷേ നമ്മൾ സെല്ല് ചെയ്യേണ്ടത് മീൻസ് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ലോട്ട് ടു സെല്ല് 2.23 ആണ്. പക്ഷേ നമ്മൾ 2 ലോട്ടേ സെല്ല് ചെയ്യാവുള്ളൂ. അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ഹെഡ്ജ് ആയിരിക്കും, എപ്പോഴും നമ്മൾ സേഫ് ആയിരിക്കും. ഇനി ഇവിടെ ബീറ്റ വാല്യൂ 1ന് പകരം 0.5 ആയിരുന്നു അല്ലെങ്കിൽ 0.6 ആയിരുന്നു എന്ന് ചിന്തിക്കുക. അതായത് വളരെ വോളറ്റാലിറ്റി കുറഞ്ഞ ഒരു സ്റ്റോക്ക് ആയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ വളരെ വോളറ്റാലിറ്റി കുറഞ്ഞ സ്റ്റോക്കുകളായിരുന്നു നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സോ ബീറ്റ വാല്യൂ ഞാനിവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹെഡ്ജ് ചെയ്യേണ്ട വാല്യൂ ഇല്ലെങ്കിൽ ഹെഡ്ജ് വാല്യൂ എന്ന് പറയുന്നത് 19 ലക്ഷം ഉണ്ടായിരുന്നത് എന്തായി മാറി? വെറും 11 ലക്ഷമായി മാറി. ഓക്കെ, സ്റ്റിൽ നിഫ്റ്റിയുടെ കോൺട്രാക്ട് വാല്യൂ അങ്ങനെ തന്നെയാണ്. സോ നമ്മളിവിടെ അപ്പോൾ എത്ര ലോട്ട് സെല്ല് ചെയ്യണം? നേരത്തെ പോലെ 2.23 സെല്ല് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഹെഡ്ജ് വാല്യൂ ഇപ്പോൾ 11 ലക്ഷമേ ഉള്ളൂ. സോ നമ്മൾ എത്ര ലോട്ടാണ് സെല്ല് ചെയ്യുന്നത് എന്നറിയാൻ ഹെഡ്ജ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് വാല്യൂ കൊടുത്താൽ നമ്മളിപ്പോൾ നമ്പർ ഓഫ് ലോട്ട് സെല്ല് ചെയ്യേണ്ടത് 1.26 ആണ്. സോ 1.26 സെല്ല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 1 ലോട്ട് സെല്ല് ചെയ്യുക. 1 ലോട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1.26 ആണ് സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എക്സാക്ട് ഈക്വൽ ഹെഡ്ജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും ലോസും എപ്പോഴും ഒരേപോലെ നിൽക്കും. പകരം 1.26ന് പകരം നിങ്ങൾ അവിടെ 1 ലോട്ടാണ് സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അണ്ടർ ഹെഡ്ജായി നിൽക്കുകയും ചെയ്യും. എപ്പോഴും നിങ്ങളൊരു സേഫ് സോണിൽ നിൽക്കാനും പറ്റും. സോ എപ്പോഴും അണ്ടർ ഹെഡ്ജ് ചെയ്യുക. ഇപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ വാല്യൂ അല്ലെങ്കിൽ ഹെഡ്ജ് വാല്യൂ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ കോൺട്രാക്ട് വാല്യൂ നിഫ്റ്റിയുടെ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹെഡ്ജ് വാല്യൂവും കോൺട്രാക്ട് വാല്യൂവും വെച്ചുകൊണ്ട് എത്ര ലോട്ട് സെല്ല് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എത്ര ലോട്ടാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അണ്ടർ ഹെഡ്ജ് എന്താണ്, ഓവർ ഹെഡ്ജ് എന്താണ് എന്ന് മനസ്സിലായി. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ചെറിയ കണക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ആൾക്കാർക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള
അതായത് നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ മനസ്സിലായി എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക. സോ അന്നേരം എനിക്കൊരു മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ എത്രത്തോളം ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതോ കോംപ്ലിക്കേറ്റഡ് ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഒരു സ്റ്റോക്കിൻ്റെ ബീറ്റാ വാല്യൂ, പോർട്ട്ഫോളിയോ ബീറ്റാ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.